നമസ്കാരം. മലയാള സിനിമയിലെ സമരപ്രഖ്യാപനം പൊളിക്കും. ഇതിന് മോഹൻലാൽ തന്നെ നേരിട്ട് രംഗത്തിറങ്ങും. മമ്മൂട്ടിയും മോഹൻലാലിനെ ഈ വിവാദത്തിൽ പിന്തുണയ്ക്കും. മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ചേരിപ്പോര് മുറുകുന്നത് ഇതിന്റെ സൂചനയാണ്. നടന്മാരും സംവിധായകരും വലിയ തുക പ്രതിഫലമായി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയാണ്. ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്നതാണെന്നും ഇതൊക്കെ പറയാൻ ആരാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി ചോദിച്ചു. മോഹൻലാലിന്റെ മുൻ ഡ്രൈവറാണ് ആന്റണി പെരുമ്പാവൂർ. കുട്ടിക്കാല സുഹൃത്താണ് സുരേഷ് കുമാർ. മോഹൻലാലിനെ സിനിമയിൽ സജീവമാക്കിയതിന് പിന്നിലെ പ്രധാനിയാണ് സുരേഷ് കുമാർ. ഒരു കാലത്ത് മോഹൻലാലിന്റെ സിനിമകൾക്ക് പിന്നിലെ ചാലകശക്തിയായിരുന്നു സുരേഷ് കുമാർ. പിന്നീട് ആന്റണി പെരുമ്പാവൂർ ആ റോളിലേക്ക് വന്നു. മോഹൻലാൽ പറയാതെ ഒന്നും ആന്റണി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ സുരേഷ് കുമാറിനെതിരായ വിശദക്കുറിപ്പും മോഹൻലാലിന്റെ അറിവും സമ്മതത്തോടെയുമാണ്. മോഹൻലാലിന്റെ പഴയ കളിക്കൂട്ടുകാരനെ ഇപ്പോഴത്തെ വിശ്വസ്തനായ പഴയ ഡ്രൈവർ പരിഹസിക്കുകയാണ്. വിശദമായ ഫേസ്ബുക്ക് കുറിപ്പുമായിട്ടാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും എനിക്കില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്കെത്തുക? അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഇவ்விധം ആരോപണങ്ങളും ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് അറിയാത്തത്. ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ. അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നാണ് മനസ്സിലാക്കാനാവാത്തത്. ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിന്റെ കാതൽ. മെയ് മാസം മുതൽ സിനിമാ മേഖലയിൽ സമ്പൂർണ്ണ സമരം സുരേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടക്കില്ലെന്ന് പറയുകയാണ് മോഹൻലാലിന്റെ വിശ്വസ്തനായ പെരുമ്പാവൂരുകാരൻ. തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളാരും സംഘടനാപരമായി നിലനിൽക്കുന്നത്. അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജവവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലെ ഒരാൾ കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ. സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ആ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത്തരത്തിലൊരു ശ്രമം ശ്രീ ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ആന്റണി പറയുന്നു. മമ്മൂട്ടിയുടെ അതിവിശ്വസ്തനാണ് ആന്റോ ജോസഫ്. അതായത് മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പമുള്ള 2 പേരാകും സുരേഷ് കുമാറിന്റെ സമരത്തെ നേരിടാൻ മുന്നിലുള്ളത് എന്നാണ് പുറത്തുവരുന്ന സൂചന. താരസംഘടനയായ അമ്മയെ നാദിനില്ല കളരി എന്ന് വിശേഷിപ്പിച്ച നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ അഡ്ഹോക് കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു. സംഭവത്തെ അപലപിക്കുകയാണെന്നും മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പു വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. നാദിനില്ല കളരി എന്നെല്ലാം വിശേഷിപ്പിക്കാൻ തോന്നിയ അപക്വബുദ്ധിയെ ഞങ്ങൾ അപലപിക്കുന്നു. സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളെന്ന നിലയ്ക്ക് മേലിൽ അത്തരം അനൗചിത്യപരമായ പ്രസ്താവനകൾ താങ്കളുടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു തരേണ്ടതും സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ എന്നും കത്തിൽ പറയുന്നു. 500-ലധികം അംഗങ്ങളുള്ള നല്ല രീതിയിൽ നടന്നുവരുന്ന മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കട്ടെ. പ്രവർത്തന പരിചയമുള്ളവരോട് പ്രത്യേകം മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. മുൻപൊന്നുമില്ലാത്ത വിധം പ്രസ്തുത അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനമാണ് അമ്മ സംഘടന കഴിഞ്ഞ മാസങ്ങളിൽ കാഴ്ചവെച്ചത് എന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അറിയാം. അമ്മ അംഗങ്ങളുടെ കുടുംബസംഘവും റിപ്പബ്ലിക് ദിനത്തിൽ ആരംഭിച്ച സൗജന്യ വൈദ്യസഹായ പദ്ധതി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയ്ക്കും സങ്കല്പിക്കാൻ പോലും ആകാത്തതാണ്. ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ സംഘടനയെ നാദിനില്ല കളരി എന്നെല്ലാം വിശേഷിപ്പിക്കാൻ തോന്നിയ അപക്വബുദ്ധിയെ ഞങ്ങൾ അപലപിക്കുന്നു. ഇതായിരുന്നു അമ്മയുടെ വിശദീകരണം. ഇതിനു പിന്നാലെയാണ് സുരേഷ് കുമാറിനെ പരിഹസിച്ച് ആന്റണി പെരുമ്പാവൂരും എത്തുന്നത്. താരങ്ങളിൽ മിക്കവരും സിനിമാ നിർമ്മാതാക്കൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയെയും താരങ്ങൾ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ തുടക്കമാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ വിമർശനം.